ഇന്ന് നമുക്ക് വാഴപ്പൂവിൻ്റെ പുറന്തോട് കൊണ്ട് നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കാം. ഇത് ഇഡ്ഡലിക്കും ദോശയ്ക്കും ചോറിനുമെല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയാണ്. ഞാനിവിടെ 2 തോടാണ് എടുത്തത്. 1 ഗ്ലാസ് വെള്ളം വെച്ച് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഈ തോട് ചെറുതായി മുറിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലതുപോലെ തിളച്ച ശേഷം ഊറ്റി മാറ്റി വയ്ക്കാം. ഈ ചമ്മന്തി അത്ര പെട്ടെന്ന് കേടാവാത്ത ഒരു ചമ്മന്തിയാണ്. നിങ്ങളിങ്ങനെ ചമ്മന്തി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടണം. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പും 6-7 ചെറിയ ചുവന്നുള്ളിയും 3 വറ്റൽമുളകും ഇട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് വറുത്തെടുക്കാം. ഇത് നല്ലതുപോലെ ബ്രൗൺ നിറം ആകേണ്ടതില്ല. ചെറുതായി ബ്രൗൺ നിറം ആയാൽ തന്നെ ഇതിലേക്ക് ഒരു ചെറിയ മുറി തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. ഒരു രീതിയിൽ തന്നെ ചമ്മന്തി ഉണ്ടാക്കാതെ ഇങ്ങനെ പല രീതിയിൽ ചമ്മന്തി ഉണ്ടാക്കി നോക്കൂ. തേങ്ങയൊന്ന് ഒരുവിധം വാടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിൽ പുളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഊറ്റിവെച്ച വാഴപ്പൂവിൻ്റെ തോട് ഇട്ട് കൊടുക്കാം. അതുമൊന്ന് ഇളക്കിയ ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് തണുത്ത ശേഷം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് വെള്ളമൊഴിക്കാതെ അരച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുന്നത് കൊണ്ടാണ് ചമ്മന്തി പെട്ടെന്ന് കേടുവരാത്തത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.